ഹലോ, ഇതൊരു കുട്ടി വ്ളോഗാണ്. ഞാൻ എൻ്റെ ഒരു ഇവൻറ്റ് കഴിഞ്ഞ് മുംബൈയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവൻ്റ് എല്ലാം കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഞാൻ മുംബൈ എയർപോർട്ടിലെത്തി. ചെക്കിനെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഗേറ്റിലേക്ക് പോകുന്ന ഈ ഒരു എസ്കലേറ്ററാണ് കാണുന്നത്. ഭയങ്കര ഭംഗിയായിട്ടാണ് അതവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു ഏരിയയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ലോഞ്ചിലെത്തി. ലോഞ്ചിലല്ല, ആക്ച്വലി ലോഞ്ചിൽ നമ്മൾ പോയില്ല, കാരണം അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഗേറ്റിൻ്റെ മുമ്പിൽ തന്നെ വെയിറ്റിംഗ് ഏരിയയിൽ കുറേ നേരം ഇരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കപ്പ് ഓഫ് കോഫിയൊക്കെ എടുത്ത് മെല്ലെ വന്ന് ഇരുന്ന് അവിടുന്ന് പ്ലെയിൻസ് പോകുന്നു, എയർക്രാഫ്റ്റുകൾ വന്ന് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ടർക്കിഷ് എയർലൈൻസും വിസ്താരയും അതുപോലെ ഇൻഡിഗോ, എയർ ഇന്ത്യ, അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റ്സ്. കാരണം നമുക്കറിയാം മുംബൈ എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ച ഒരു എയർപോർട്ടാണ്. അങ്ങനെ ബോർഡിങ്ങിൻ്റെ സമയമായി. ബോർഡിങ് അനൗൺസ് ചെയ്തു. മെല്ലെ മുംബൈയോട് യാത്ര പറഞ്ഞ് നല്ല മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മുംബൈയിൽ. എനിക്കൊരു ഗംഭീരമായിട്ടൊരു ഇവൻ്റായിരുന്നു. ഗ്രാൻഡ് ഹയത്തിലായിരുന്നു ഇവൻറ്റ്. 5 ദിവസം അവിടെ തന്നെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഒരു റൊട്ടീൻ തിരക്കുകളിൽ നിന്നെല്ലാം മാറി പുതിയൊരു നഗരം, പുതിയ ഒരു സിറ്റി ഓഫ് ഡ്രീംസ് എന്നാണ് നമ്മൾ മുംബൈനെ പറയുക. അപ്പോൾ മുംബൈ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും സാധിച്ചു. നല്ലൊരു ഇവൻറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്തതിൻ്റെ കുഞ്ഞു കുറച്ച് ഷോർട്സും ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കഴിച്ച ഫുഡുകൾ, പോയ കഫേസ്, പോയ ഒരുപാട് സ്പേസുകൾ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാനതിൽ കൂടുതൽ കുഞ്ഞു വീഡിയോസായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. ടിൽ ദെൻ, താങ്ക് യു സോ മച്ച്.